എന്താണ് ഇക്കാര്യത്തിലെ ബി.ജെ.പിയുടെ പൊസിഷൻ? ഈ മൽഹോത്ര ഗ്രൂപ്പ്, അതായത് ഒയാസിസ് ഗ്രൂപ്പ് ഉത്തരേന്ത്യയിൽ വ്യാപകമായി അവരുടെ കമ്പനികൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് ഇടങ്ങളിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിൽ, പഞ്ചാബിൽ, ഡൽഹിയിലൊക്കെ ഇവർക്ക് മദ്യ ഉൽപാദനശാലകളുണ്ട്. അപ്പോൾ കേരളത്തിൽ അവർക്ക് മദ്യ ഉൽപാദനശാല വേണമെന്ന ആഗ്രഹമുണ്ട്. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതിന്റെ പ്രസിഡന്റ് മലയാളിയാണ് താനും. അപ്പോൾ അവരിവിടെ സർക്കാരിന് ഒരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷയിന്മേൽ പ്രാരംഭ അനുമതി ആയിരിക്കുന്നു. ഇതിൽ എന്ത് ആനക്കാര്യമാണുള്ളത്? എന്താണ് ബി.ജെ.പിയുടെ പൊസിഷൻ? അഭിലാഷിനോടും മാഷോടും എനിക്ക് പറയാനുള്ളതും ഈ കമ്പനി അത്ര ശരിയില്ല മാഷെ എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ താല്പര്യങ്ങൾ, അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിലൂടെ ഇടതുപക്ഷം കാണിക്കുന്ന അമിത താല്പര്യം നോക്കൂ. ഒയാസിസ് ഒരു അപേക്ഷ കൊടുക്കുന്നു, സ്വാഭാവികമാണ്, അപേക്ഷിക്കാൻ ആർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഏതുപോലെയാണോ ഡൽഹിയിൽ മദ്യനയം തിരുത്തി അഴിമതിക്ക് പുകമറ സൃഷ്ടിച്ച് അല്ലെങ്കിൽ അഴിമതിക്ക് വഴിയൊരുക്കിയത്, അതേപോലെ ഒരു ഒയാസിസ് കമ്പനിക്ക് കേരളത്തിലെ വർഷങ്ങളായി നയനാർ തുണലിന് തുടക്കം കുറിച്ച ഒരു നയം തിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത്, ഇതിന് ന്യായീകരിക്കാൻ പ്രകാശമായിട്ട് കുറഞ്ഞ സമയത്ത് പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താ? കുറേ പണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അല്ല മാഷേ, അരിയും പച്ചക്കറിയും കോഴിയും കോഴിമുട്ടയും ഒക്കെ നമ്മൾ ഇറക്കുന്നതിലൂടെ കുറേ പൈസ പോകുന്നില്ലേ? ആ പൈസയും കൂടെ നമുക്കിവിടെ ഉണ്ടാക്കിക്കൂടെ? ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പച്ചവെള്ളം വേണ്ടേ? ഈ പച്ചവെള്ളം കിട്ടണമെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും പച്ചവെള്ളത്തിന് പ്രശ്നം നേരിടുന്ന ഒരു ജില്ലയാണ് നമ്മുടെ പാലക്കാട്. ആ പാലക്കാട് പ്രത്യേകിച്ച് കിഴക്കൻ മേഖല. മാത്രമല്ല അഭിലാഷ്, ഒരു കാര്യം കൂടിയുണ്ട്. മലമ്പുഴ ഡാം ഉണ്ടാക്കിയത് കുടിവെള്ളത്തെ ഉദ്ദേശിച്ചല്ല, പക്ഷേ നിർണായക ഘട്ടത്തിൽ കുടിവെള്ളം കൊടുക്കാറുണ്ട്. പക്ഷേ അത് രൂപകൽപ്പന ചെയ്തതും തയ്യാറാക്കിയതും കൃഷിക്ക് വേണ്ടിയാണ്. ഇപ്പം ചില ചോദ്യം, കൃഷിക്ക് ആവശ്യമായ വെള്ളം അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടോ? ഇരിപ്പൂലും മുപ്പൂലും ഉണ്ടാക്കിയ പാലക്കാട് നെല്ലറകളിൽ നെല്ലുൽപ്പാദിപ്പിക്കാനുള്ള കുടിവെള്ളം കിട്ടാത്തടത്ത് ഞാൻ പ്രകാശമാഷ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം രാജേഷാണല്ലോ വലിയ ബഹളം ഉണ്ടാക്കുന്നത്. മാഷിക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേഷിൻ്റെ ക്യാമ്പയിനായിരുന്നു പാലക്കാട്ടെ നോക്കുകുത്തിയായി കിടക്കുന്ന വാട്ടർ ടാപ്പിൽ നിന്നും അത് തുറക്കുമ്പോൾ പുറത്തേക്ക് ഷൂ എന്ന് പറയുന്ന സൗണ്ട്. അതൊരു ക്യാമ്പയിനായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട്, കുറഞ്ഞ കാലം കൊണ്ട് പാലക്കാട് ആകെ മാറിപ്പോയോ? ഞാൻ മിനിമം മാഷോട് ചോദിക്കുന്നത്, ഒരു ഭരണാധികാരി പ്രാധാന്യം കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടാനാണോ കൊടുക്കാനാണോ? നാളെ രാജേഷിന് വോട്ട് കുത്താൻ അവിടെ ജനങ്ങൾ ബാക്കിയാകുമോ വെള്ളം കിട്ടാതെ? ശരി, വെള്ളം കിട്ടാത്ത മഴനിഴൽ പ്രദേശമായ ഒരിടത്ത് എങ്ങനെയാണ് മദ്യനിർമ്മാണ പ്ലാന്റ് വരിക എന്നുള്ള ചോദ്യമാണ്. അത് നമ്മൾ